1902 ഫ്രഞ്ച് കോളനിയിലെ സെയിൻറ്റ് അഡ്രില്ല റീയൂണിയൻ. ജനുവരി 26 ദേവാലയത്തിൽ 40 മണി ആരാധന നടക്കുന്നു. മഠാധിപതി ലാം കോബ് വിശുദ്ധ കുർബാന ആരംഭിച്ചിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലുന്ന സമയം. കണ്ണുകൾ ഉയർത്തി തിരുവോസ്തിയിലേക്ക് നോക്കിയപ്പോൾ അരുളിക്കയുടെ ചുറ്റും ദീപ്തമായൊരു പ്രകാശവലയം കാണാനിടയായി. ഇതുകണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ത്രസിച്ചു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വീണ്ടും അരുളിക്കയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ മുഖം കാണാനിടയായി. താഴേക്ക് താണിരിക്കുന്ന കണ്ണുകളും നെറ്റിയിൽ മുൾക്കിരീടവും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സങ്കീർത്തിയിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന കുട്ടികളോട് അൾത്താരയിലുള്ള അരുളിക്ക സസൂക്ഷ്മം വീക്ഷിക്കുവാൻ വൈദികൻ പറഞ്ഞു. അവരും തിരുവോസ്തിയിൽ ഒരു മനുഷ്യൻ്റെ ശിരസ് കണ്ടു. ആ സമയം ഫ്രാൻസിലെ കോളേജിൽ പഠിച്ചിരുന്ന ആദം ദെവ്ലിയസ് എന്ന 16 വയസ്സുകാരൻ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അരുളിക്ക കാണുവാൻ ഇടയായി. തിരിച്ചുവന്ന് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദിവ്യമായ മുഖം തിരുവോസ്തിയിൽ കണ്ടു. അപ്പോൾ മുതൽ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. ഇരുട്ടത്തും ആ പ്രതിഭാസം തെളിഞ്ഞു വന്നു. ദിവ്യകാരുണ്യ ഭക്തി വർദ്ധിപ്പിക്കാൻ ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ തിരുമുഖത്തിൻ്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.